നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 10 വർഷങ്ങൾ തുടർച്ചയായി സംസ്ഥാനം ഭരിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയത് അവരെ അടിമുടി ഉലയ്ക്കുന്ന തരം കനത്ത വീഴ്ചയായിരുന്നു. 2021 തിരഞ്ഞെടുപ്പിൽ 60-ലധികം സീറ്റുകൾ ഉണ്ടായിരുന്ന CPM 26 എടുത്തെറിയപ്പെട്ടപ്പോൾ ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന 99 സീറ്റുകൾ കൂപ്പുകുത്തിയത് 35 ഇതാണ് ഇടതുകോട്ടകളെ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 ഘട്ടവും കടന്ന് 3-ാം ഘട്ടം കൂടി ഭരണം ഉറപ്പിക്കാമെന്ന് കരുതിയിരുന്ന ഇത്തവണ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടത്തുചേരി ആകമാനം പ്രചരണത്തിന് സജീവമായിരിക്കുകയാണ്. എന്നാൽ 10 വർഷങ്ങൾ ഭരിച്ചതോടെ ഇനി ഒരിക്കലും കേരളത്തിൽ ഭരിക്കുവാനുള്ള സാഹചര്യം പര്യവശേഷിക്കാത്ത വിധത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അവർ നിഷ്കാസിതരായി പോകുന്ന ലക്ഷണങ്ങളാണ് അനാവൃതമായിരിക്കുന്നത്. 10,000 പേരിൽ 1-2 പേർക്ക് മാത്രം വഴങ്ങുന്ന രാഷ്ട്രീയത്തിന്റെ തന്ത്രകുതന്ത്രങ്ങളും അത് പ്രായോഗിക തലത്തിൽ എത്തിക്കാനുള്ള അപാരമായ പ്രാവീണ്യം കൈമുതലായി ഉണ്ടായിരുന്ന പിണറായി 15 വർഷത്തോളം നീണ്ട പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് തനിക്കെതിരെ ഉയർന്നേക്കാവുന്ന വിമത ശബ്ദങ്ങളെയെല്ലാം വെട്ടിനിരത്തിക്കൊണ്ടായിരുന്നു തനിക്ക് മുഖ്യമന്ത്രിയാകുവാനുള്ള കരുക്കൾ നീക്കിയത്. മിതഭാഷയും ചിരിക്കാൻ അറിയാത്ത ആളും മുൻകോപിയും എന്നൊക്കെ പേരെടുത്ത പിണറായിയുടെ ധാർഷ്ട്യം ആ കാലത്ത് തന്നെ ഏവർക്കും ബോധ്യമുള്ളതായിരുന്നു. പാർട്ടിക്ക് പുറത്തുള്ളവർക്കൊക്കെ അനിഷ്ടമായിരുന്ന പിണറായി ഉമ്മൻചാണ്ടി എന്ന സ്വാത്വികനായ മുഖ്യമന്ത്രിക്കെതിരെ ഹീനമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു തന്റെ പാതയെ സുഗമമാക്കിയത്. 2016 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലാവധിക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഒട്ടാകെ ആഗ്രഹിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെയായിരുന്നു. നീണ്ട 15 വർഷത്തോളം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അവിടെ നിന്ന് മാറി ആ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ ജനവിധി തേടിയെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരം അത്രയ്ക്കൊന്നും തന്നെ പിന്തുണയ്ക്കുന്നില്ല എന്ന ബോധ്യമുണ്ടായിരുന്ന പിണറായി VSനെ മുൻപിൽ നിർത്തിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പിണറായി പ്രതീക്ഷിച്ചതുപോലെ LDFന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പ്രായാധിക്യത്തിന്റെ പേര് പറഞ്ഞ് VSനെ വെട്ടിമാറ്റി ഭരണപരിഷ്കാര ചെയർമാന്റെ തസ്തിക ഉണ്ടാക്കി അവിടെ പിടിച്ചിരുത്തിക്കൊണ്ടായിരുന്നു പിണറായി മുഖ്യമന്ത്രി. തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ പാർട്ടി എന്ന പേരെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി രംഗത്തെത്തിയ പിണറായി പാവങ്ങളോടും തൊഴിലാളികളോടും ഒക്കെ ആശ്വാസകരമായും ഉദാരമായും സമീപിക്കുമെന്ന് കരുതിയവരെയൊക്കെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് സ്വേച്ഛാധിപത്യത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും ആൾരൂപമായി മാറിക്കൊണ്ടായിരുന്നു പിണറായി തന്റെ ആദ്യ ടേം പൂർത്തിയാക്കിയത്. പണ്ടത്തെ കോട്ടയം സമ്മേളനത്തിൽ പാർട്ടി അണികൾ VSന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഇതെന്താടോ ഉഷാ ഉദിപ്പിന്റെ ഗാനമേളയോ എന്ന് ചോദിച്ച് പൊട്ടിത്തെറിച്ച് പിണറായി അതൊക്കെ മറന്ന് പാർട്ടിക്ക് അപ്പുറത്തേക്ക് പ്രതിച്ഛായ വളർത്തിയവരെയൊക്കെ വെട്ടി നിരത്തിക്കൊണ്ടും തന്നെ ക്യാപ്റ്റൻ എന്നും കപ്പിത്താനെന്നും കഴുകനെന്നും ഒക്കെ സുഖിപ്പിച്ച് പുകഴ്ത്തി കഥ അവതരിപ്പിക്കുന്നവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ വാരിക്കോരി നൽകിയും തന്നെ നവകേരളത്തിന്റെ സൃഷ്ടാവായ അഭിനവ പടച്ചവനെന്നും കാരണഭൂതനെന്നുമൊക്കെയായി അവതരിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ തിരുവാതിര കളിക്കുകയും കുമ്മിയടിച്ചു തുള്ളുകയും ചെയ്തപ്പോൾ അത് കേട്ട് ആസ്വദിച്ചുകൊണ്ട് സ്വയം ചെറുതാക്കുകയുമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ഏറിയ സാമൂഹിക പ്രതിബദ്ധതയോടെ അടച്ചുപൂട്ടിയ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും തുറന്നു വെച്ചുകൊണ്ട് കേരളത്തെ മുഴുക്കുടിയന്മാരുടെ നാടാക്കി മാറ്റുകയായിരുന്നു പിണറായി സർക്കാർ. ജനാധിപത്യത്തിന്റെ 4-ാം തൂണായി വിലയിരുത്തപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ സുഖിപ്പിക്കാത്തവർക്കൊക്കെ എതിരെ കേസെടുക്കുകയും പ്രതിപക്ഷ ധർമ്മത്തിൽ നിന്നുകൊണ്ട് വിമർശിക്കുന്നവരുടെ സ്ഥാപനങ്ങളിലേക്ക് പോലീസുകാരെ തുറന്നു പിടിക്കുകയും പത്രസമ്മേളനത്തിനെത്തിയ മാധ്യമങ്ങളെ കടക്കപ്പുറത്തെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് കേരളം മുഴുവനും ഞെട്ടലോടെ കണ്ടു. എന്തൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും സർക്കാരിനെ പ്രതീക്ഷയോടെ നോക്കിയ കേരളത്തിലെ ജനങ്ങളെ മുഴുവനും നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു നയതന്ത്ര ബാഗേജിലൂടെയും ബിരിയാണി ചെമ്പിലൂടെയും ക്ലിഫ് ഹൗസിലേക്ക് സ്വർണം കടത്തിയെന്നുള്ള കടുത്ത ആരോപണത്തിന്റെ കൂടം തുറന്നു വിട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് എന്ന മുൻ എംബസി ജീവനക്കാരി രംഗത്തെത്തിയത്. വാസ്തവത്തിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം അക്കാലത്ത് തന്നെ പിണറായി ഭരണകൂടത്തിനെതിരെ ഉയർത്തേണ്ടതായിരുന്നെങ്കിലും ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ചു കൊണ്ടെത്തിയ COVID-19 എന്ന മാരക രോഗത്തിന്റെ പിടിയിൽ അമർന്നുപോയ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭരണമാറ്റം വരെ കാത്തിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നതിനാൽ എത്രയൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും പിണറായിയുടെ ഭരണം തുടരുവാൻ കേരളത്തിലെ ജനങ്ങൾ മൗനമായി സമ്മതിക്കുകയും തുടർ ഭരണം ലഭിച്ച ക്യാബിനറ്റിലോ പാർട്ടി യോഗത്തിലോ
തനിക്കെതിരെ തിരുത്തൽ നിർദ്ദേശവുമായി ആരും എഴുന്നേൽക്കാതിരിക്കാൻ പാർട്ടിയുടെ ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോഴും മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയപ്പോഴും മന്ത്രിസഭയിൽ ഉണ്ടായപ്പോഴുമൊക്കെ പിണറായി നിശ്ചയിച്ച മാനദണ്ഡങ്ങളും മെഷർമെന്റുകളും ഒക്കെ കൃത്യമായി പാലിച്ചിരുന്നു. അങ്ങനെ തന്റെ ആജ്ഞാവർത്തികളും താൻ മുരടനക്കുമ്പോൾ പുച്ചമടക്കി ഏറാൻ മൂളികളായി നിൽക്കുകയും ചെയ്യുന്ന ഒരു പറ്റം സഖാക്കളുടെ സംഘമായി പാർട്ടി കമ്മിറ്റിയും ക്യാബിനറ്റും മാറിയതോടെ അഹങ്കാരവും ധാർഷ്ട്യവും തലയ്ക്ക് പിടിച്ച പിണറായി അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ കിടന്ന് അർമാദിക്കുകയായിരുന്നു എന്നതാണ് സത്യം. ചട്ടവിരുദ്ധമായ നീക്കങ്ങൾക്ക് ചൂട്ടുപിടിച്ചു കൂടെ നിൽക്കുവാൻ താല്പര്യമില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വെട്ടിനിരത്തിയും സസ്പെൻഡ് ചെയ്തും അവരോടുള്ള നീരസം വ്യക്തമാക്കി TP സെൻകുമാറും ജേക്കബ് പൊന്നൂസും എന്നീ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രശാന്ത് അശോക് എന്നീ IAS ഉദ്യോഗസ്ഥന്മാരും അതിന് ഉദാഹരണം. എന്നാൽ അപ്പോൾ തന്നെ ഇഷ്ടക്കാരെയും തന്റെ അഭിഷ്ടങ്ങൾ നിറവേറുന്നതിനായി ആത്മാർത്ഥമായി കൂടെ നിന്നവർക്കും സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വിശ്രമ ജീവിതത്തിലും തസ്തികകളിലും കൽപ്പിച്ചു നൽകിക്കൊണ്ടായിരുന്നു തന്റെ ആശ്രിത വാത്സല്യം തെളിയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നടത്തിയ അശാസ്ത്രീയമായ പരിഷ്കരണങ്ങൾക്കായി കോടികളാണ് ചെലവാക്കിയത്. ഒരു നില മാത്രമുള്ള ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റും നിർമ്മിച്ചു. ശുദ്ധമായ പശുവിൻ പാല് കുടിക്കാനുള്ള ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് തൊഴുത്ത് നിർമ്മിക്കുകയും നീന്തിക്കുളിക്കുവാൻ നീന്തൽക്കുളം നിർമ്മിച്ചു. കാര്യമുള്ള കാര്യത്തിനും അല്ലാത്തതിനുമെല്ലാം വിദേശത്തേക്ക് യാത്രകൾ നടത്തിയും പിണറായി ചെലവാക്കിയത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിന്റെ 120 കോടിയോളം രൂപയായി. കേരളത്തിലെ നിരത്തുകളിലൂടെ യാത്ര ചെയ്യുവാൻ 50ഓളം വാഹനങ്ങളുടെ അക്കമ്പട്ടി തന്നെ മുഖ്യമന്ത്രിക്ക് അനിവാര്യമായി. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുവാനായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിജയകരമായി നടപ്പിലാക്കിയ ജനസമ്പർക്ക പരിപാടിയെ വികലമായി അനുകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയ നവകേരള യാത്രയ്ക്കായി കോടികൾ ചെലവിട്ട് മോടി പിടിപ്പിച്ച ബസ്സും സർക്കാർ സ്കൂളിന്റെ മതില് പോലും കുത്തിപ്പൊളിച്ച് നാടൊട്ടുക്കും കെട്ടിയുയർത്തിയ പന്തലിൽ സൊവാൻ കോഴ്സ് ഡിന്നർ അടിച്ച് പിരിഞ്ഞതല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ എത്ര പരാതികൾക്ക് പരിഹാരമുണ്ടാക്കിയെന്ന കാര്യം ഇന്നും അജ്ഞാതമായി തുടരുകയും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം അണപൊട്ടിയൊഴുകിയിട്ടും പാർട്ടി അംഗങ്ങളായ ബ്യൂറോക്രാറ്റുകളുടെ ഒത്താശയോടെ കോടികൾ ചെലവിട്ട് പാട്ടും റീൽസും പരസ്യങ്ങളുമായി തന്റെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ പിണറായി നടത്തിയ നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് വരികയും റേറ്റിംഗിൽ പിന്നോക്കം നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് മുഖ്യധാര മാധ്യമങ്ങൾക്ക് 10 കോടിയോളവും കൊടുത്തുകൊണ്ടാണ് തന്റെ പബ്ലിക് റിലേഷൻ വർക്കുകൾ അദ്ദേഹം ശക്തമാക്കിയത്. തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റാറിനെ രംഗത്തിറക്കി നടത്തിയ ഇരുവർ അഭിമുഖം പോലും അത്തരത്തിൽ പെട്ടത്. എന്നാൽ അതങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി പുറത്തേക്ക് വരികയും അതിൽ പാർട്ടിക്കും അണികൾക്കും ഉണ്ടായിരുന്ന ഇൻവോൾവ്മെന്റിന്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. അതോടെ കടുത്ത ധാർമ്മിക രോക്ഷത്തിലായ കടുത്ത ഭരണവിരുദ്ധ വികാരം അഴിച്ചുവിട്ടുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ സൂചനയാണ് പിണറായിക്ക് നൽകിയത്. എന്നാൽ ചോദ്യം ചോദിക്കുന്നവൻ പാർട്ടിക്കാരനായാലും അല്ലെങ്കിലും അത് തന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് കലവറ കൂടാതെ തുറന്നട്ടിക്കുന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യം എന്നേക്കുമായി തകർന്നടിഞ്ഞിരിക്കുകയാണ്. അഗാധമായ ഗർത്തത്തിലേക്കുള്ള വീഴ്ചയ്ക്കും നാശത്തിനും മുൻപ് മനുഷ്യരിൽ വ്യാപരിക്കുന്ന അങ്ങേയറ്റം പ്രാകൃതമായ വികാരങ്ങളാണ് ഗർവവും അഹങ്കാരവും ധാർഷ്ട്യവും എന്ന വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് പിണറായി വിജയന്റെ കാര്യത്തിലും വന്നു ഭവിച്ചത്. വന്ന വഴി മറന്ന് സ്വയം മറന്ന് നീതിയും നിഷ്ഠയും ആദർശവും പ്രമാണങ്ങളും മൂല്യങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടു നിൽക്കുന്നവർക്കെല്ലാം ഇത് ഒരു വലിയ പാഠം തന്നെ. നീണ്ട 10 വർഷങ്ങളോളം കേരളത്തിന്റെ ഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് ഭരണത്തിന്റെ കോട്ടകളെ തച്ചുടച്ച് തരിപ്പണമാക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണി അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയും പിണറായി വിജയൻ എന്ന സ്വയം പ്രഖ്യാപിത സ്വേച്ഛാധിപതിയോടുള്ള കടുത്ത വിരോധവും അവമതിപ്പും അതിശക്തമായി രേഖപ്പെടുത്തിയ കേരളത്തിലെ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് UDFനെ വിജയരഥത്തിൽ ഏറ്റിയത്. കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന സംസ്ഥാനത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലേക്കും അതിശക്തമായി വീശിയടിച്ച ഭരണവിരുദ്ധ വികാരത്തിന്റെ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞ് കടപുഴുകി വീണത് ഇടതുപക്ഷം കാലങ്ങളായി അവരുടെ ചെങ്കോട്ടകളാക്കി ചാപ്പ കുത്തി മാറ്റി വെച്ചിരുന്ന മണ്ഡലങ്ങളാണെന്നറിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ എത്രത്തോളം വെറുപ്പിലേക്ക് ആഴ്ത്തിക്കളയുവാൻ പിണറായിയുടെ ഭരണത്തിന് കഴിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഗൗരവമായി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദുമയും തൃക്കരിപ്പൂരും പാർട്ടിക്കോട്ടയായ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും തളിപ്പറമ്പും കണ്ണൂരുമെല്ലാം
അത്തരം ഭരണവിരുദ്ധ വികാരത്തിന്റെ അധിനിവേശത്തിൽ കടപുഴകി വീണ മണ്ഡലങ്ങളാണ്. പട്ടാപ്പകൽ പാതിരാത്രിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പോകുന്ന നാവുവഴക്കം സിദ്ധിച്ച പബ്ലിക് റിലേഷൻ എക്സ്പേർട്ടുകളെ കൂലിക്കിരുത്തിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ താറടിച്ചും അപകീർത്തിപ്പെടുത്തിയും കെട്ടിപ്പൊക്കിയ അപനിർമ്മിതമായ ഇമേജിന്റെ പിൻബലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട പ്രഥമഘട്ടത്തിൽ പോലും പാർട്ടിക്ക് അതീതമായി പ്രതിച്ഛായ ഉണ്ടായിരുന്ന സാക്ഷാൽ VS അച്യുതാനന്ദന്റെ അതിശക്തമായ നായകത്വവും വ്യക്തിപ്രഭയും കടം കൊണ്ടായിരുന്നു പിണറായി മുഖ്യമന്ത്രിയായിരുന്നു. കോവിഡ് പ്രതിസന്ധികളിൽ വലഞ്ഞ കേരളത്തിലെ ജനങ്ങൾക്ക് ആ സമയത്ത് ഒരു ഭരണമാറ്റം പ്രായോഗികമല്ലാതിരുന്നതിനാൽ മറ്റൊരു ഊഴം കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൈവന്ന പിണറായി വിജയൻ അങ്ങേയറ്റത്തെ ധാർഷ്ട്യത്തോടുകൂടിയും അണികളെ ഇറക്കിയും തന്റെ ആജ്ഞാവർത്തികളായ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചും മാധ്യമങ്ങളെ വിലക്കെടുത്തും ഗവൺമെന്റിന്റെ സിസ്റ്റത്തെ തന്നെ കയ്യിലെടുത്തുകൊണ്ട് അമ്മാനമാടിക്കൊണ്ട് നടത്തിയത് അതിഭീകരമായ ഭരണമായി. ഭരണവിരുദ്ധ വികാരത്തിന്റെ കൊടുങ്കാറ്റിൽപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഉഗ്രപ്രതാപികളായ പാർട്ടി നേതാക്കന്മാരെല്ലാം കേരള ജനത വോട്ടവകാശം ശരിക്കും പ്രയോഗിച്ചപ്പോൾ ആടി ഉലയുകയായിരുന്നു. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് LDF എന്ന കക്ഷി പൂർണ്ണമായും അപ്രതീക്ഷമായി എന്ന് പറയുന്നതാണ് ഏറെ ശരി. മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, MP രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, OR കേളു, ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V അബ്ദുൾ റഹ്മാൻ, KB ഗണേഷ് കുമാർ എന്നിവർ വലിയ മാർജിനിൽ തന്നെ തോറ്റ് പിന്മാറിയപ്പോൾ പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മത്സരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ K ശൈലജയും പരാജയം ഏറ്റുവാങ്ങി. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. ആദ്യത്തെ 6 ഘട്ടം വോട്ടെണ്ണുന്നത് വരെ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായി. ഒടുവിൽ കഷ്ടിച്ചാണ് കടന്നു കയറിയത്. 2021 50,123 വോട്ടുകൾക്ക് പിണറായി വിജയൻ വിജയിച്ച സ്ഥാനത്ത് മുഖ്യമന്ത്രി നേരിട്ടത് കടുത്ത പ്രതിസന്ധി തന്നെയായിരുന്നു. ഇടത് മന്ത്രിമാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവർക്ക് മാത്രമാണ് ജയിക്കാനായത്. നീണ്ട 40ഓളം വർഷങ്ങൾ പശ്ചിമ ബംഗാളിൽ ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും ചേർന്ന് നടത്തിയ ഭരണത്തിന്റെ പരിണിത ഫലം എന്ന വണ്ണം പശ്ചിമ ബംഗാളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അതിന്റെ തുടർച്ച എന്ന വണ്ണം തന്നെയാണ് നീണ്ട 10 കൊല്ലങ്ങളിലെ ഭരണം കേരളത്തിലെ ഇടതുപക്ഷങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു കനത്ത തിരിച്ചടി ഉണ്ടാക്കി കൊടുത്തു. ഇടത് ഭരണത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് 102 സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ 2021 99 സീറ്റുമായി അധികാര തുടർച്ച നേടിയ LDF കൂപ്പുകുത്തി വീണിരിക്കുന്നത് 35 സീറ്റിലേക്കാണ്. അതിശക്തമായ UDF തരംഗത്തിനിടയിലും നേമത്ത് സീറ്റ് തിരിച്ചു പിടിച്ചെടുത്തത് കൂടാതെ കഴക്കൂട്ടത്തും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരും സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് BJP തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. സെഞ്ചുറി അടിച്ച് ഭരണത്തിലേറുമെന്നും അല്ലാത്ത പക്ഷം രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളെ കേരളം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് നടത്തിയ സമ്മതിദാനാവകാശം തന്നെയായിരുന്നു ഇതെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പിണറായിയുടെ ഭരണത്തോടുള്ള കടുത്ത വെറുപ്പിനൊപ്പം ഇന്ദിരാ ഗ്യാരണ്ടിയുടെ വാഗ്ദാനങ്ങളായി UDF മുന്നോട്ട് വെച്ച ഓരോ ഓഫറുകളും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കളുടെയും സ്ത്രീകളുടെയും വയോജനങ്ങളുടെയും ഇടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് തന്നെയാണ് 64 സീറ്റുകൾ എന്ന അത്യുഗ്രൻ സ്കോറുകളിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചത്. UDFലെ പ്രമുഖ ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് ആകട്ടെ 22 സീറ്റുകളോടെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവും സ്വന്തമാക്കി. കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കുവാൻ നിലകൊള്ളുന്ന പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസുകളുടെ 2 പാർട്ടികൾ 2 മുന്നണിയിൽ മത്സരിച്ചെങ്കിലും അവിടെ ഉണ്ടായത് ഒരു വലിയ വീഴ്ചയും ഒരു വലിയ മുന്നേറ്റവും. UDFനൊപ്പം നിൽക്കുന്ന PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് മത്സരിച്ച 8 സീറ്റുകളിൽ 7 അവർ സ്വന്തമാക്കിയപ്പോൾ LDFനൊപ്പം ഉറച്ചു നിന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മത്സരിച്ച 12 സീറ്റിൽ 12ഉം അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം സംജാതമായതോടെ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ഭാവി തന്നെ അവതാളത്തിലായിരിക്കുക. ഇടത് പാളയത്തിലെ പ്രമുഖ ഘടകകക്ഷികളായ CPI 17 നിന്നും 9 ചുരുങ്ങുകയും ചെയ്തു. UDF കക്ഷികളായ RSPയും കേരള ജേക്കബ്, CMP, RMP, RJD എന്നീ പാർട്ടികൾ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സാന്നിധ്യം വഹിച്ചു. എത്ര കനത്ത പരാജയങ്ങൾ ഉൾക്കൊള്ളാൻ CPM തയ്യാറായാലും ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാനും ഉൾക്കൊള്ളുവാനും കഴിയാത്തതായി മാറിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആലപ്പുഴ ജില്ലയിലെ
അമ്പലപ്പുഴയിലും വിമതർ നേടിയെടുത്ത വമ്പൻ വിജയമാണ്. തൃക്കരിപ്പൂർ എന്ന CPM കോട്ടയെ പിളർത്തിക്കൊണ്ട് അവിടെ ആധികാരികമായി വിജയം ഉറപ്പിച്ചിരിക്കുന്നത് BJPയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടെ അതിശക്തമായ പ്രവർത്തനമായിരുന്നുവെങ്കിൽ അതുപോലെ തന്നെയാണ് ഉദുമയും അതിനൊക്കെ അപ്പുറത്താണ് അമ്പലപ്പുഴയിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായ വിജയം പാർട്ടിയെ അലോസരപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് വരെ പാർട്ടിയിൽ ശക്തരായി നിന്നവരാണ്. പിണറായിയോടുള്ള കടുത്ത വിയോജിപ്പ് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രരായി മത്സരിച്ചു. അമ്പലപ്പുഴയിൽ G സുധാകരനും പയ്യന്നൂര് V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനുമാണ് CPM പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വലിയ നേട്ടമുണ്ടായി. പാർട്ടി അണികൾക്ക് പോലും പിണറായിയുടെ നയങ്ങളോടുള്ള നിലപാട് എങ്ങനെയായിരുന്നു എന്ന കാര്യം കൂടെ ഇവിടെ അടിവരയിടുകയാണ്. UDF സ്വതന്ത്രരായി ബേപ്പൂരിൽ മത്സരിച്ച PV അൻവറിന് ജയിക്കാനായില്ലെങ്കിലും പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം CPM ബന്ധം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന ഒറ്റപ്പാലത്ത് മത്സരിച്ച PK ശശിക്കും മലമ്പുഴയിൽ മത്സരിച്ച A സുരേഷിനും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. മലമ്പുഴയിൽ A സുരേഷ് 3ാം സ്ഥാനത്തായി. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പിണറായി വിജയന്റെ ദുർഭരണത്തിൽ നിന്നുള്ള ഒരു വലിയ വിടുതലിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് UDF ഈ അവസരത്തെ വിനിയോഗിക്കുക എന്നറിയില്ല. എന്തായാലും പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കി. വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്തയാഴ്ച.